അഡ്വക്കേറ്റ് സേനാപതി വേണു, കേരളത്തിൽ ധനപ്രതിസന്ധി ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ആ ധനപ്രതിസന്ധിയുടെ അടിസ്ഥാനപരമായ ഒരു പ്രധാനപ്പെട്ട കാരണം കർണാടകം പറയുന്നത് പോലെ, തമിഴ്നാട് പറയുന്നത് പോലെ, ബംഗാൾ പറയുന്നത് പോലെ, BJP ഇതര സംസ്ഥാനങ്ങൾ പറയുന്നത് പോലെ മോദി സർക്കാരിൻ്റെ നയസമീപനമാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായി, യാഥാർത്ഥ്യമായി കേരളം തിരിച്ചറിയുന്നതിനിടയിലാണ് നമ്മുടെ ഇന്നത്തെ ഈ ബജറ്റ് പൂർത്തിയായിട്ടുള്ളത്. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിലും കേരളത്തിൻ്റെ ഇപ്പോൾ വികസനത്തിലാകട്ടെ ഒക്കെ ഒരു വലിയ മാറ്റത്തിൻ്റെയും പദ്ധതികൾ ഏറ്റെടുത്ത് പൂർത്തിയാക്കി മുന്നോട്ട് പോകുന്ന ഒരു കേരളത്തിൻ്റെ മാറ്റത്തിൻ്റെ ആ ഒരു സ്വഭാവത്തെ ഒരു തരത്തിലും പിന്നോട്ടടിപ്പിക്കാതിരിക്കാൻ പാകത്തിന് എല്ലാ മേഖലകളെയും അഡ്രസ്സ് ചെയ്യുന്ന, അഭിമുഖീകരിക്കുന്ന ഒരു ബജറ്റ് എന്ന നിലയിൽ ഈ ബജറ്റ് വരികയാണ്. നോക്കൂ, അപ്പോഴും ഇപ്പോൾ ഉദാഹരണത്തിന് സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടിശ്ശികയായിരുന്ന DA അതിൻ്റെ ഒരു ഗഡു ഏപ്രിൽ മാസത്തോടൊപ്പം ലഭിക്കുന്നു. കേന്ദ്ര സർക്കാർ റബ്ബർ കർഷകർക്ക് താങ്ങുവില നൽകുന്ന കാര്യത്തിൽ മുഖം തിരിഞ്ഞു നിൽക്കുമ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും 10 രൂപ 170 നിന്ന് 180 വരും വിധത്തിൽ താങ്ങുവിലയിൽ 10 രൂപയുടെ വർധനവുണ്ടാകുന്നു. 140 നിയോജക മണ്ഡലങ്ങളിലും ഉൾക്കൊള്ളുന്ന, കവർ ചെയ്യുന്ന 1000 കോടിയുടെ എന്താ വെച്ചാൽ ഒരു ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ ലക്ഷണത്തിലൂടെയാണ് സമ്പദ് വ്യവസ്ഥ കടന്നു പോകുന്നത്. അപ്പോൾ 140 മണ്ഡലങ്ങളെയും ഒരുപോലെ വിധേയമാകുന്ന 1000 കോടിയുടെ ഒരു നവകേരള സദസ്സിനെ തുടർന്നുള്ള ആ പദ്ധതികളും അവിടെ ഉയർന്നു വന്ന ആവശ്യങ്ങളുമൊക്കെ പരിഗണിക്കാൻ പാകത്തിന് 1000 കോടിയുടെ 140 നിയോജക മണ്ഡലങ്ങളെയും ബന്ധിപ്പിച്ചുള്ള പദ്ധതി. അതുപോലെ വിഴിഞ്ഞം സമയബന്ധിതമായി അതിൻ്റെ വികസന സാധ്യതകളിലേക്ക് കുതിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രൂപരേഖ ഈ ബജറ്റിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2.5-3 വർഷക്കാലമാണ് ഇനി സർക്കാരിന് ബാക്കിയുള്ളത്. 3 ലക്ഷം കോടി രൂപയുടെ വികസന പരിപാടികൾ പൂർത്തിയാക്കാൻ വേണ്ട നിർദ്ദേശങ്ങളും അതിൻ്റെ സമീപനവും. ലൈഫിലൂടെ 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മാന്ദ്യകാലത്ത് അതൊരു മാന്ദ്യവിരുദ്ധ പാക്കേജ് പോലെ തന്നെ കാണാവുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ആഗോള സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ ധനപ്രതിസന്ധി, ധനപരമായി ഞെരുക്കം സൃഷ്ടിക്കുമ്പോൾ അതിൽ നിന്ന് ധനം കണ്ടെത്തി ഈ പദ്ധതികളാകെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സർക്കാരിൻ്റെ താല്പര്യം, ഇതെല്ലാം പ്രകടമാക്കുന്ന ഒരു ബജറ്റിനെ കാര്യമായി പ്രതിഷേധിക്കാനോ വിമർശിക്കാനോ പ്രതിപക്ഷത്തിന് വകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമല്ലേ? അത് ശരത്തിന്റെ നിരീക്ഷണം. ഞാൻ കഴിഞ്ഞ ബജറ്റിലെ ഒരു 2-3 നിർദ്ദേശങ്ങൾ, പ്രഖ്യാപനങ്ങൾ അങ്ങയുടെ ശ്രദ്ധയിലൊന്ന് പെടുത്തുകയാണ്. അതുമായിട്ടൊന്ന് തുലനം ചെയ്തിട്ട് വേണമല്ലോ നമുക്ക് ഈ പ്രാവശ്യത്തെ ബജറ്റിനെ ഒന്ന് ചർച്ച ചെയ്യാനായിട്ട്. കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞ 2-3 ജനപ്രിയ പദ്ധതികൾ നടപ്പിലാക്കും എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഒന്ന്, ക്ഷേമ പെൻഷനുകളുടെ തുക 2,500 രൂപയിലെത്തിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. നടപ്പിലാക്കിയോ എന്നുള്ള കാര്യം ധനമന്ത്രി പറഞ്ഞിട്ടില്ല. ഏതായാലും അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ബജറ്റിൽ ഒരിടത്തും കാണുന്നുമില്ല. 1. 2, കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിലെ റബ്ബർ കർഷകർക്ക് കൊടുത്തൊരു വാഗ്ദാനം ഇപ്പൊ 10 രൂപ വർദ്ധിപ്പിച്ചു വന്ന അതല്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വാഗ്ദാനം. റബ്ബറിന്റെ താങ്ങുവില 250 രൂപ, അത് കേന്ദ്രം തന്നാൽ വർദ്ധിപ്പിക്കുമെന്നൊന്നും അല്ല പറഞ്ഞേക്കുന്നത്. പ്രകടന പത്രികയിൽ വളരെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് റബ്ബറിന്റെ താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കും എന്ന്. ഇപ്പോ നമ്മൾ കാണുന്നത് 10 രൂപയാണ് ഒരു കിലോഗ്രാമിന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അപ്പോ ബാക്കി ഇപ്പം 180 പോയി കഴിഞ്ഞാൽ ബാക്കി 70 രൂപ അതുകൂടി കേരളത്തിലെ റബ്ബർ കർഷകന് കിട്ടേണ്ടതാണ്, കിട്ടിയിട്ടില്ല. കഴിഞ്ഞ ബജറ്റിൽ 817.75 കോടി രൂപയായിരുന്നു ലൈഫ് മിഷൻ പദ്ധതിയിലെ വീടുകളുടെ, ഭവനങ്ങളുടെ നിർമ്മാണത്തിന് വേണ്ടി കഴിഞ്ഞ ബജറ്റിൽ പറഞ്ഞിരുന്നത്. പക്ഷേ അതിൽ 12 കോടി രൂപ മാത്രമാണ് ചെലവഴിച്ചിട്ടുള്ളത് എന്നാണ് കാണുന്നത്. അപ്പൊ ഞാൻ ഇത് ഒരു 2-3 കാര്യങ്ങൾ മാത്രം ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ്. അപ്പോ ഇപ്പൊ അങ്ങ് സൂചിപ്പിച്ചതുപോലെ വലിയൊരു മാന്യകാലത്ത് കേരളം നിൽക്കുകയാണ്. ധനകാര്യമന്ത്രി പറയുന്നു, കേരളത്തിലെ പൊതുസമൂഹവും സാമ്പത്തിക വിദഗ്ധരും എല്ലാം പറയുന്ന ഒരു കാര്യമാണ്. അതായത് 21,827 കോടി രൂപ റവന്യൂ കമ്മി കഴിഞ്ഞ CAGയുടെ 2023 കണക്ക് പ്രകാരം, 32,523 കോടി രൂപ ധനക്കമ്മിയും 4.2 കോടി ലക്ഷം രൂപ കടക്കെണിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മുടേത്. അപ്പോ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് ഞങ്ങൾ 2016 ഇറങ്ങി പോകുമ്പോൾ 1.25 ലക്ഷം കോടിയിൽ നിന്ന് കടക്കെണി 4.29 ലക്ഷത്തിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ള ഒരു വലിയ ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്ക് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സംസ്ഥാന ഗവൺമെന്റ് നിൽക്കുകയാണ്. ഇപ്പൊ കേന്ദ്രം തരുന്നില്ല, കേന്ദ്രത്തിന്റെ നമുക്ക് പറയാം. പക്ഷേ ഒരു ചെറിയ ഇടപെടൽ മാത്രം താങ്കളിലേക്ക് തന്നെയാണ്. 2016 നിങ്ങൾ ഇറങ്ങുമ്പോൾ അങ്ങനെയായിരുന്നില്ലേ എന്ന് ഈ 2024 പറയുന്നതിൽ എന്തർത്ഥമാണ്? കാരണം അതിനുശേഷം ഒരു മഹാപ്രളയം കണ്ടു. അതുപോലെ തന്നെ കോവിഡ് കാലത്ത് എല്ലാവരും വീട്ടിലിരിക്കുന്നു, ആർക്കും പണിയില്ലാത്ത കാലം, കൂടുതൽ വലിയ ചെലവ് സർക്കാർ ചെയ്യേണ്ട കാലം,
കാലം കോവിഡിനെ വളരെ ഫലപ്രദമായി പ്രതിരോധിച്ചതിൻ്റെ ഒരു രാജ്യാന്തര ശ്രദ്ധ നേടിയ നാടാണ്. അപ്പോൾ ആ വിധത്തിലുള്ള കാലത്ത് ചെലവ് വർദ്ധിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ 2016 ഞങ്ങളുടെ കാലത്ത് ഇതായിരുന്നു എന്ന് പറയുന്ന ആ താരതമ്യത്തിന് വിധേയപ്പെടുന്നതേ അല്ല. രണ്ടാമത്തെ കാര്യം, ഈ കാലയളവൊക്കെ ഉണ്ടായിട്ടും ഈ നിലയിൽ നമ്മൾ വല്ലാതൊരു സമ്പന്നാവസ്ഥയിലേക്ക് പോയിട്ടും അതിനുശേഷം ഇങ്ങോട്ട് നോക്ക്, ഏറ്റെടുത്ത വികസന പ്രവർത്തനങ്ങൾ, റോഡുകളുടെ ദേശീയപാത വികസനം, അതുപോലെ തന്നെ സംസ്ഥാന പാതകളുടെ മികവ്, അതുപോലെ വിഴിഞ്ഞം പദ്ധതിയുടെ പൂർത്തീകരണം, ഓരോന്നും അങ്ങനെ എടുക്കാം. അപ്പോൾ പൂർത്തീകരിച്ച് കേരളത്തെ ഒരു പുതിയ തലത്തിലേക്ക് മാറ്റുമ്പോൾ സ്വാഭാവികമായും ബജറ്റിനകത്ത് നിൽക്കുന്ന വരവിലും ചെലവിലും നിൽക്കില്ല. കേരളം പോലെ വളരുന്നൊരു ഒരു രാജ്യത്തിന്, ഒരു നാടിന് വളരെ കൃത്യമായ ആവശ്യങ്ങളുണ്ട്. അത് കണ്ടെത്തി, അതിന് വിഭവം കണ്ടെത്തി അതിലെ പൂർത്തീകരണത്തിലേക്ക് ഏത് സർക്കാരിൻ്റെ ആയാലും, അതാണ് യഥാർത്ഥത്തിൽ ഏത് സർക്കാരായാലും ചെയ്യേണ്ടത്. ആ ചെയ്യുമ്പോൾ നിശ്ചയമായും അതൊക്കെ പകരം ആസ്തിയായി വർദ്ധിക്കുകയാണ്. അങ്ങനെ കേരളം മാറിയിട്ടുണ്ട്. അത് കാണാതെ കേവല താരതമ്യത്തിൽ എന്തർത്ഥമാണുള്ളത്? ഇത് എവിടെ ആസ്തി വർദ്ധിച്ചു എന്നുള്ള കാര്യമാണ് ശരത്തെ പറയുന്നത്. സ്കൂളുകൾ ആസ്തിയല്ലേ? മികച്ച ആശുപത്രികൾ ആസ്തിയല്ലേ? നല്ല റോഡുകൾ നമ്മുടെ ആസ്തിയല്ലേ? അടിസ്ഥാന സൗകര്യ വികസനമില്ലാതെ നിക്ഷേപം കേരളത്തിലേക്ക് വരുമോ? ഇതെല്ലാം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോ ധനകാര്യമന്ത്രി ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു 3 ലക്ഷം കോടിയുടെ കണക്കുണ്ടല്ലോ അടുത്ത 3 കൊല്ലത്തിനുള്ളിൽ വരുന്നത്. ഇത് എവിടെ നിന്ന് വരുമെന്നായി പറയുന്നത്? അത് നമുക്കൊന്ന് അറിയണമല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇനി പ്രവാസികളുടെ നിക്ഷേപങ്ങളാണ് എങ്കിൽ പ്രവാസി നിക്ഷേപത്തിൽ ഗണ്യമായ കുറവ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിന്റെ സ്ഥാനത്തേക്ക് മഹാരാഷ്ട്ര വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അവസാനം കിട്ടുന്ന ഒരു കണക്ക് എന്ന് പറയുന്നത്. അപ്പോ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് പോലെ ഒരു ഉദാഹരണം കൂടി പറയാം. ഇതേ ചോദ്യം അദ്ദേഹത്തോട് വന്നപ്പോൾ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ടെക്നോ പാർക്ക്, ഇൻഫോസിസ് എന്നൊക്കെ പറയുന്ന തരത്തിലേക്കുള്ള എല്ലാ IT കമ്പനികൾക്കും വേണ്ടിയിട്ടുള്ള ഒരു പൊതു സ്പേസാണ് രൂപപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഓരോ കമ്പനികൾ തന്നെ ലക്ഷക്കണക്കായ സ്ക്വയർ ഫീറ്റ് സ്പേസാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ ഒരു വലിയ ഒരു സ്പേസിലേക്ക് മാറുകയാണ്. ഇപ്പോൾ ടോറസിൻ്റെത് വരുന്നു. കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ IBM-ൻ്റെ കൊച്ചി ക്യാമ്പസ് തന്നെ, അവരുടെ ഒരു വലിയ ക്യാമ്പയിൻ മെയ്ഡ് ഇൻ കൊച്ചിയാണ്. അതിൽ 10,000-കണക്കിന് മനുഷ്യർക്ക് ജോലി കൊടുക്കാൻ കഴിയുന്നത്ര വിപുലമായ ക്യാമ്പസാണ്, അല്ലെങ്കിൽ ഇടമാണ് അവർ രൂപപ്പെടുത്തുന്നത്. ഇതെല്ലാം ചേരുന്നതാണ് ഈ പറഞ്ഞ 3 ലക്ഷം എന്ന് പറയുന്ന 3 വർഷത്തിനപ്പുറം എത്തിച്ചേരുന്ന നിർമ്മാണ വികസന പരിപാടികൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത്ര ലഘൂകരിച്ച് കാണാവുന്ന നിലയിലല്ല ആ മാറ്റത്തിൻ്റെ വരവ് സേനാപതി. അല്ല, ഈ മാറ്റമെല്ലാം പേപ്പറിൽ പറയുന്നതല്ലാതെ IBS-ന്റെ ആരംഭിച്ചു, ടോറസിന്റെ പ്രോജക്റ്റ് ടെക്നോ പാർക്കിൽ തീരാൻ പോകുന്നു. അങ്ങനെ വൻകിട കമ്പനികൾ കേരളത്തെ ഏറ്റവും മികച്ച തൊഴിൽ സാധ്യതാ കേന്ദ്രങ്ങളാക്കി കണ്ടുകൊണ്ട് ഇവിടേക്ക് വരുന്നുണ്ട്. വൻകിട കമ്പനികളും തൊഴിലും വരട്ടെ, അടുത്ത 3 കൊല്ലത്തിന് ശേഷം നമുക്ക് ചർച്ച ചെയ്യാവുന്ന കാര്യം. അതാണ് ഈ 3 ലക്ഷം എന്ന് പറഞ്ഞത്. 3 ലക്ഷം കോടി എന്ന് പറയുന്ന കണക്കെടുപ്പ് അതാണെന്ന് പറഞ്ഞത്. അത് അന്തരീക്ഷത്തിലല്ല, നിലവിൽ തന്നെ പൂർത്തീകരിച്ചതും പൂർത്തീകരിക്കാനുള്ളതുമായിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ സേനാപതി. നിലവിൽ പൂർത്തീകരിച്ചതിനെ കുറിച്ചല്ല പറഞ്ഞത്. നിലവിൽ പൂർത്തീകരിച്ചതിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ആ ഡേറ്റാസ് നമുക്ക് മനസ്സിലാക്കാം. ഇത് വരാൻ പോകുന്ന 3 ലക്ഷത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് 4.29 ലക്ഷം കോടി കടത്തിൽ നിൽക്കുന്ന കേരളത്തിൽ ഇനി പ്രതിവർഷം 1 ലക്ഷം കോടിയുടെ, അങ്ങനെയാണെങ്കിലാണല്ലോ 3 ലക്ഷം കോടി വരികയുള്ളൂ. വികസനം വരുമെന്നൊക്കെ പറയുന്നത് നമുക്ക് ചാനൽ ചർച്ചകൾ കൗതുകത്തോടു കൂടി കേൾക്കാനും സ്വകാര്യ മേഖലയുടെ നിക്ഷേപം, ഈ മൂലധന നിക്ഷേപം കാര്യമായി പർട്ടിക്കുലർ സെക്ടറുകളിൽ സംഭവിക്കുന്നുണ്ട് കേരളത്തിൽ. അല്ല, അതൊക്കെ ഉണ്ടെന്നേ ഞാൻ ചോദിക്കുന്നത്. നമുക്ക് വർത്തമാന കേരളത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിന്റെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ, ഇപ്പൊ എന്നെ വിട്, ഞാൻ കോൺഗ്രസിന്റെ പ്രതിനിധിയായിട്ട് വരുന്നു, ഞാൻ നിങ്ങളുടെ ബജറ്റിനെ എതിർക്കുന്നു. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ, ആ അനിൽ പോലും ഈ ബജറ്റിനെ ഇന്ന് പരസ്യമായിട്ട് എതിർക്കുന്നു എന്നുള്ള വാർത്തയാണ് നമ്മൾ കാണുന്നത്. കാരണം എന്താണ്? ഇത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ഒരു ബജറ്റ് അല്ല. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കേരളത്തിലെ ഒരു മന്ത്രി അദ്ദേഹത്തിന്റെ തന്നെ മന്ത്രിസഭയുടെ ബജറ്റിനെ എതിർക്കുന്നു എന്ന താങ്കൾക്ക് ഉത്തമ വിശ്വാസം നൽകിയ വാചകമെന്ന് പറയും. ഇതാ അപ്പുറത്ത് ആ മുന്നണിയുടെ പ്രതിനിധി ഉണ്ടല്ലോ, നമുക്ക് ചോദിക്കാം. അല്ല, ഞാന് അങ്ങയുടെ ചാനൽ കണ്ടതുപോലെ ഞാൻ ഇന്നത്തെ വാർത്തയിൽ മറ്റ് പല ചാനലുകളും കണ്ടപ്പോൾ ആ ചാനലുകളിൽ മന്ത്രി കൊടുത്ത പ്രതികരണം, ആ പ്രതികരണമാണ് സ്ക്രോളായി ചില ചാനലുകളിൽ പ്രധാന വാർത്തയായിട്ട് പറഞ്ഞോളൂ. അതെന്താണത്?
അല്ല, അതാണെന്ന് പറഞ്ഞത്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് ലഭിക്കാനുള്ള കുടിശ്ശികകൾ കൊടുക്കാനുള്ള തുക പോലും ഈ ബജറ്റിൽ വകയിരുത്തിയിട്ടില്ല എന്ന് ബഹുമാന്യായ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി GR അനിൽ പറയുന്നു. അപ്പോ അനിലിനെ പോലെ ഒരു മന്ത്രിസഭയിലെ ഒരാള് ധനകാര്യമന്ത്രിയുടെ ബജറ്റിലെ യാഥാർത്ഥ്യ ബോധമില്ലായ്മ എന്ന് പറഞ്ഞാൽ സംസ്ഥാനം എത്തിച്ചേർന്നിരിക്കുന്ന പ്രതിസന്ധി, ആ പ്രതിസന്ധിയെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാൻ ഈ ബജറ്റിന് കഴിയുന്നില്ല. ഇത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടി ഉള്ളതല്ല എന്ന് ഈ മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ പറഞ്ഞതായി വാർത്തകൾ പുറത്തു വരുന്നു.